ഇന്നും ഉണ്ടടോ. അതായത് ഇപ്പോഴും ഒരു മണിക്കൂർ മുമ്പ് ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ലഹരി അടിച്ചു വന്ന് അമ്മേനെയാ തീർത്തത്. ഇന്നലെ കൊച്ചുമകള് അച്ചാച്ചനെയാ തീർത്തത്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് ഒരുത്തൻ അമ്മേനെയും അച്ഛനെയാ തീർത്ത്. ലഹരി നമുക്ക് എല്ലാത്തിനും ഉത്തരവുണ്ടെന്ന് അറിയാം. ലഹരി എന്ന് പറഞ്ഞാൽ മതി. അതായത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം. എന്നിട്ട് ലഹരി എന്ന് പറഞ്ഞാൽ മതി. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൈൻഡും ഇല്ല. നിങ്ങളോട് ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരെ അങ്ങ് വിട്ടേക്കണം. ഈ ലഹരി എന്ന് പറയുന്ന ഈ സാധനം കടത്തിക്കൊണ്ടുവരുന്ന എല്ലാത്തിനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴഞ്ഞിട്ട് നടക്കേണ്ട വിധത്തിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഇവനെയൊക്കെ പോറ്റുന്ന അമ്മമാരെ ഒക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ യുവമാർ തല്ലിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലഹരിക്കാരാ, നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? അതായത് കുറച്ച് ലഹരിക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ പാവപ്പെട്ട അച്ഛനും അമ്മക്കൊന്നും ജീവിക്കണ്ടേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് കുറച്ച് ലഹരിക്കാർക്ക് വേണ്ടിയിട്ടാണോ ഈ നമ്മുടെ നാട് വാഴേണ്ടത്? അതായത് വിദേശ രാജ്യങ്ങളിൽ കൂടി എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്താൽ ഇവരെ പ്രശ്നമില്ല. പക്ഷേ ലഹരി കടത്തി കഴിഞ്ഞാൽ അവിടെ ഒരു കോംപ്രമൈസും ഇല്ല. അതാണ് ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കലാണ്. ഇന്നലെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രണ്ട് ആണും ഒരു പെണ്ണും ഇവരുടെ 3 എണ്ണത്തിനെയും പിടിച്ച് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ ഇവർക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല. ആ ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമത്തോടാണ്. കാരണം എന്താ വെച്ചാൽ, നീ എത്ര ദൂരെയാണ് എന്നെ കൊണ്ടുപോവുക, എത്ര കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഈ പണി തന്നെ എടുക്കോ എന്നുള്ളതും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല കേസുകളിലും പിടിക്കപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ അറിയാ, ഓൻ വേറെയും 2 കേസ് ചെയ്തതാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് ഈ തളിപ്പറമ്പെന്ന് ഒരുത്തനെ 23 വയസ്സുള്ള ഒരുത്തനെ പിടിച്ചുകൊണ്ടുപോയി. ഓൻ ഓൾറെഡി ഒരു കേസുള്ളതാണ്, അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. എന്നിട്ട് അതേ സ്വഭാവമുള്ള വേറൊരു കേസും കൂടി ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം അവൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജയിലിൽ നടക്കാനോ അല്ലെങ്കിൽ ജയിലിലേക്ക് മട്ടനും ചിക്കനും ഇതൊന്നും അല്ല കൊടുക്കേണ്ടത്. അവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഭയം ഉണ്ടാകും. ഒരുത്തനാന്ന് പറഞ്ഞാൽ ലഹരിയുടെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് പിന്നെ എന്താ പറയേണ്ടത് ഇഴയുന്ന രൂപത്തിലാക്കാൻ വേണ്ടി നമുക്ക് ഭയം ഉണ്ടാകും. നമുക്കൊരു കാര്യം ചെയ്യാലോ, അതായത് ഇവർക്കെന്ന് പറയുന്നത് രാവിലത്തെ ഭക്ഷണം കൊടുക്കരുത്, ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലേറ്റിൽ കുറേ വെള്ളവും കുറച്ച് അരിയും കൊടുക്കുക. അത് കഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാനാകുമ്പോഴേക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധത്തിലായി കഴിഞ്ഞാൽ ഇവന്മാരെ കൊണ്ടുള്ള ശല്യം തീരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ലഹരിക്കടത്തുകാരുടെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ അവറ്റകളുടെ വീടും തന്തേനെയും തള്ളേനെയും പേരെ എന്ന് പറഞ്ഞാൽ പിടിച്ച് ജയിലാക്കണം. അതാ വേണ്ടത്. അതുപോലെ തന്നെ ഇവറ്റകളുടെ വീടും ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കണ്ടുകെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ ഇത് ചെയ്യില്ല. ഇതങ്ങനെയല്ലല്ലോ, ഇവർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ്. കാരണം ഈ ലഹരിക്കടത്ത് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം ആൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ലഹരി, അമ്മയെ തല്ലിക്കൊന്നാലോ അച്ഛനെ തല്ലിക്കൊന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലോ എന്തുണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ലഹരി, എല്ലാം ലഹരി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ നടന്നു പോകുന്നത്, അവർ ജോലിയും കഴിഞ്ഞ് നടന്നു പോകുമ്പോഴേ 19 വയസ്സുള്ള ഒരുത്തൻ കയറി പിടിച്ചടന്ന്, അവനും ലഹരിയാണ്. അവന് ഓടി ഒളിക്കാനുള്ള സാമർഥ്യമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവന് ഒളിവിൽ കഴിയാനുള്ള സാമർഥ്യമുണ്ട്, കയറി പിടിക്കാനുള്ള സാമർഥ്യമുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവരെ കയറി പിടിച്ചത് മാത്രം ലഹരിയിലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2 ദിവസം മുമ്പ് അച്ഛനെയും അമ്മയും തീർത്ത ഒരുത്തൻ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് വിട്ടാന്ന്. മനസ്സിലായി? അതല്ല അവൻ്റെ അടവാണ്. അതായത് ഈ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അവരുടെ എടുക്കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സഹതാപം കിട്ടും. ഇപ്പം എല്ലാ കേസിലും അത് തന്നെയല്ലേ, എല്ലാ കേസിലും സംഭവിക്കുന്ന എന്താ, ലഹരി എന്ന് പറഞ്ഞ് ഇതങ്ങനെ ഒരു ലഘൂകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു തമാശ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ദിവസേന നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇതുപോലൊരു ദുരന്തമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ? ഒരു 2025 ജനുവരി മുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ. 2025 ജനുവരി 1-ാം തീയതി മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. 2025 മുഴുവൻ കഴിഞ്ഞു, 26 മുഴുവൻ കഴിയാൻ പോകുന്നു. 27-ലെങ്കിലും ഇതുണ്ടാവുമെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ 27-ലും ഉണ്ടാകും. അതായത് കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് നമ്മുടെ നാട് പോയിരിക്കുന്നത് വലിയൊരു അപകടകരമായ ഒരു വിധത്തിലേക്കാണ്. അന്ന് ആരും ഇത് കാര്യമാക്കിയില്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സാമ്പത്തികം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കോടിക്കണക്കിന് രൂപയുടെ ലഹരി പിടിച്ചു എന്ന് പറയുമ്പോഴേ അത് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അതാരും നോക്കുന്നില്ലല്ലോ. അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന അവന്മാർക്ക് കടുത്ത ശിക്ഷകൾ കൊടുത്തിരുന്നുവെങ്കിൽ അതൊരിക്കലും കൊടുക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ്, നമ്മുടെ ജയിലിൽ അരി കൊടുക്കുന്നത് നിർത്താം,
അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനും മട്ടനും കൊടുക്കുന്നത് നിർത്താം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്നും ഒരുത്തം വരുമ്പോഴില്ലേ, ഓനിനി ജീവിതത്തിൽ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഓന് വിറക്കണവനാണെന്ന്, ജീവിതത്തിൽ അങ്ങോട്ട് പോകത്തില്ല എന്നവൻ ശപഥം ചെയ്യണം. ഇതങ്ങനെയല്ലല്ലോ. അതായത് ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു കള്ളനെ 6 മാസത്തെ ശിക്ഷയും കഴിഞ്ഞ് പുറത്ത് വിടുന്നത്, വൈകുന്നേരം ആകുമ്പോൾ അവൻ എവിടെയെങ്കിലും മുറിച്ചിട്ട് കയറുന്നു, നേരെ എന്ന് പറഞ്ഞാൽ പിടിച്ച് ഉള്ളിലിടുന്നു. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിയാടുന്നത്. അതായത് കള്ളന്മാരെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു വലിയ പരിവേഷങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇപ്പോഴും CCTVയിൽ കണ്ട ഒരു രംഗമാണ്, 4 പേരൊരു വീട്ടിൽ വരുന്നത്. ആ 4 പേര് എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ പൂട്ട് തകർത്ത് അകത്ത് കയറാനാണ് നോക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ആ വീട്ടുകാർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നുവെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത്, വീട് ആക്രമിക്കാൻ ശ്രമിച്ച ഇവറ്റകളെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരത്തി നിർത്തിയിട്ടില്ലായിരുന്നു ചെയ്യാവേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞ് യുവന്മാരെ വീണ്ടും കയറൂരി വിട്ട് വീണ്ടും അടുത്ത വീട്ടിൽ കയറുന്നവരെ നമുക്ക് ഇങ്ങനെ നിൽക്കാം. ആ വീട്ടിൽ കയറിയിട്ടുണ്ട് എന്നാൽ പിന്നെ പോയി പിടിക്കാം. ഇതല്ലടോ സ്ഥിതിയാടുന്ന്. ഇതാണോ വേണ്ടത്? ഇനിയിപ്പോഴും നമ്മൾ ആഘോഷിക്കാൻ വരുന്നത്രേ. അതായത് ഈ മഴയെല്ലാം പോയി ചിങ്ങമാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു തുലാമാസം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഇനി ഒരു തണുപ്പെല്ലാം വരാൻ പോകുമ്പോഴേക്കും നമ്മുടെ മറ്റേവർ വരും. ആരെ അറിയാം, ആ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ടീമുണ്ടല്ലോ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്രമിച്ച് കളവ് നടത്തുന്ന ടീം, അതിൻ്റെ ആഘോഷങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഓരോ വർഷവും നമ്മളിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ദുരന്തങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കർണാടകത്തിലേക്ക് പോകാതെ? ഒന്നും വേണ്ട, സ്വന്തം നാട്ടിൽ എന്തുകൊണ്ട് ഇവന്മാർ ഇത് കളിക്കുന്നില്ല? അതുപോലെ തന്നെ ആന്ധ്രയിൽ എന്തുകൊണ്ട് കളിക്കുന്നില്ല? മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കളിക്കുന്നില്ല? എന്താ അറിയുക, അവിടെ പോയി കഴിഞ്ഞാൽ ജീവനും കൊണ്ട് നാട്ടിലെത്തൂല. അതറിയാം നിങ്ങൾക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ പണി തീർത്ത് വിടും. പക്ഷേ കേരളത്തിലാണെങ്കിൽ അത് പേടിക്കാനില്ല. കാരണം എന്താ പറയുക, കേരളത്തിൽ അമ്മാതിരി പണികളൊന്നും നടക്കൂല. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ നേതാക്കന്മാരാണ്. അതായത് ഒരുത്തം ഭരിക്കുമ്പോൾ ആ സീറ്റ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, ഒരു 5 കൊല്ലം കഴിഞ്ഞാനൊക്കെ ആ സീറ്റിലിരിക്കണം, അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ കുത്തിത്തിരിപ്പ് തുടങ്ങുന്ന ആൾക്കാരാണ്. ഇവിടെ എന്ത് വികസനം വന്നു കഴിഞ്ഞാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പും. അതുപോലെ തന്നെ ജനങ്ങൾക്കൊന്നും വേണ്ട, ഒന്നും കൊടുക്കില്ല. എന്നിട്ട് നമ്മളെന്താ പറയുന്നത്, മലയാളികൾ പ്രബുദ്ധരാണ്, മലയാളികൾ കലണ്ടർ മനോരമ തന്നെ തിലകം പറയുന്ന പോലെ അതാണ് മലയാളികൾ. നേരെ മറിച്ച് നമ്മളിങ്ങനെ മുട്ടയിടാൻ നടക്കുന്ന കോയികളെ പോലെ നടക്കുന്നതല്ലാതെ വലിയ വിടുവായിത്തരം പറയും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവങ്ങളൊക്കെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ വേറെ സംസ്ഥാനത്തൊക്കെ പോയിട്ട് ചില സമയത്തൊക്കെ നിങ്ങളൊന്ന് നോക്കണം, ഇത് ഈ സംസ്ഥാനമാണോടെ, ഇത് ഏതടെ രാജ്യം എന്ന് വരെ നമ്മൾ കരുതി പോകും. എന്താ അറിയുക, അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിരുന്ന് പറയുന്നത്, നമ്മളെ കുഴി വന്നു കഴിഞ്ഞാൽ മഴ ചിറാപ്പുഞ്ചിയിൽ എന്തോ ഭയങ്കര മഴ പെയ്യുന്ന, അവിടെ എന്താ റോഡില്ലേ? അവിടെ എന്താ റോഡ് മുഴുവൻ എന്ന് പറഞ്ഞ് അവിടെ ഈ വർഷത്തിൽ എല്ലാ വർഷവും മഴയാണ്, അവിടെ എന്താ റോഡില്ലേ? മഴ പെയ്യുന്ന സ്ഥലത്തൊക്കെ റോഡില്ലേ? ഇവിടെ മാത്രം പറയുന്നതാണ് മഴ പെയ്ത് റോഡ് കുഴിയായി, അത്ര തന്നെ. ഇവിടെ ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ആർക്കെങ്കിലും ഒരുത്തൻ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാണുന്നില്ലേ നിങ്ങൾ? അതായത് മറ്റേ എന്താ പറയണ്ടത്, തൂഫാനെ പറ്റിയിട്ട് തന്നെ ഇരുന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ? ഇവിടെ ആരാ പിടിച്ചത്? സ്വന്തം പാർട്ടിക്കാരെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാർ പിടിക്കണം എന്നുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്? അവൻ്റെ ഇടിയാണ്, അവൻ്റെ ഇവിടെയാണ്, ഭരണകക്ഷീൻ്റെ ഇടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുകയല്ലേ. കഴിഞ്ഞ 10 വർഷമായിട്ട് തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ പിന്നെ ചെയ്യുന്നവർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറ്റപ്പെടുത്താം. അതല്ല വേണ്ടത്. അതായത് രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ ഇതിനെതിരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ജയിലുകളിലുള്ള ഭക്ഷണം നിർത്തിയിട്ട് ഇവറ്റകളെ അവിടെ വെച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് എടുക്കേണ്ടത്. അതായത് ഒരു 10 മാസം ജയിലിൽ കിടന്നാലും 5 മാസം ജയിലിൽ കിടന്നാലും തിരിച്ചു വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യാ ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ലേടാ. അതാണ് പറഞ്ഞത്, ഭയമാണ് മനുഷ്യനെ പുറകോട്ട് വലിക്കുന്നത്.